KSRTC ബസ് ഡ്രൈവറോട് തിരുവനന്തപുരം മേയർ കയർത്ത സംഭവത്തിൽ നിർണായക തെളിവ് നഷ്ടപ്പെട്ടതായി വിവരം. KSRTC ബസ്സിനുള്ളിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡാണ് കാണാതായത്. തൃശ്ശൂരിൽ നിന്നും ട്രിപ്പ് കഴിഞ്ഞെത്തിയ ബസ്സിൽ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. അതേസമയം മെമ്മറി കാർഡ് കാണാതായ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി. അന്വേഷണ വഴിയിൽ പ്രതികരിക്കാമെന്നും മേയർ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, ഒരു പ്രധാനപ്പെട്ട തെളിവാണ് CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ എന്നുള്ളത്. എന്നാൽ അതിൻ്റെ മെമ്മറി കാർഡ് പോലും ഇപ്പോൾ കാണാനില്ല എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു സുരക്ഷാ വീഴ്ച എന്ന് വേണ്ടേ പറയാൻ? വിഷ്ണു, ഈ ബസ് 2-3 ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലൊക്കെ സർവീസ് നടത്തി ഇന്ന് രാവിലെയോടുകൂടിയാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ തിരിച്ചെത്തിയത്. ഇന്ന് രാവിലെയാണ് കന്റോൺമെന്റ് പോലീസ് ഇവിടെ എത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനായി എത്തിയത്. അതിനുശേഷം പരിശോധിച്ചപ്പോഴാണ് ഈ കന്റോൺമെന്റ് CA പറഞ്ഞത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. 16 GB മെമ്മറി കാർഡാണ് അത് നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഈ 3 CCTV ക്യാമറകളാണ് ഈ ബസ്സിലുള്ളത്. ഒന്ന് ബസ്സിന്റെ മുൻവശത്തൊരു CCTV ക്യാമറയുണ്ട്, മറ്റൊന്ന് ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിലൊരു അതിന് മുന്നിൽ ഒരു CCTV ക്യാമറയുണ്ട്, ബസ്സിന് പുറത്ത് ഒരു CCTV ക്യാമറയുണ്ട്. ഇത്തരത്തിൽ 3 ക്യാമറകളാണ് ഉള്ളത്. KSRTC ബസ്സുകൾ നിരന്തരമായി അപകടമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കെതിരെ മാത്രം പഴി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് CCTV ക്യാമറകളൊക്കെ വ്യാപകമായി സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ ഉൾപ്പെടെ CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്ത അത്തരത്തിലൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ഈ തർക്കമുണ്ടായ ബസ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഈ പുറത്തുള്ള വിഷയത്തിൽ, അതായത് റോഡിലുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. പട്ടത്ത് വെച്ചായിരുന്നു ഈ തർക്കം നടന്നത്. ശനിയാഴ്ചയാണ് തർക്കം നടന്നത്. ഈ പട്ടത്തെ വിഷ്വൽസ് പരിശോധിച്ചിരുന്നു, പ്ലാമൂടുള്ള വിഷ്വൽസ് പരിശോധിച്ചിരുന്നു, PMGയിലുള്ള വിഷ്വൽസ് പരിശോധിച്ചു, പാളയത്തുള്ള വിഷ്വൽസ് പരിശോധിച്ചു. ഇതിൽ നിന്ന് തന്നെ മേയറുടെ വാദങ്ങൾ ഓരോ ഘട്ടത്തിലും പൊളിയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ KSRTC ബസ്സിന് കുറുകെ മേയറുടെ വാഹനം നിർത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു മേയർ ആദ്യം പറഞ്ഞത്. പക്ഷേ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് മേയറുടെ വാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു ആ CCTV ദൃശ്യങ്ങൾ. മേയർ ഈ KSRTC ബസ്സിന് കുറുകെ മേയറുടെ വാഹനം പാർക്ക് ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം പറഞ്ഞത് ഈ യദു ലൈംഗിക ചേഷ്ടയോടുകൂടി സംസാരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ലൈംഗിക ചേഷ്ടയോടുകൂടി സംസാരിച്ചു എന്ന് പറയുന്നത് കൃത്യമായി തന്നെ നമുക്ക് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം KSRTC ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന് മുന്നിൽ തന്നെ ഒരു ക്യാമറയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് മേയറുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ ആ മെമ്മറി കാർഡ് കാണുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. മേയറുടെ വാദങ്ങൾ പൊളിയുന്നു, അല്ലെങ്കിൽ മേയറെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. എല്ലാ തലത്തിലും മേയർ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് അവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഓരോ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് പൊതുവിൽ ഉയരുന്ന ഒരു വിമർശനം. കഴിഞ്ഞ ദിവസം തന്നെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വ്യാപകമായി വിമർശനം സംസ്ഥാനത്ത് ഉയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ TDFന്റെ നേതൃത്വത്തിലൊക്കെ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നഗരസഭയ്ക്ക് മുന്നിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നും അത്തരത്തിൽ വ്യാപകമായൊരു വിമർശനമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം, നിലവിലിപ്പോൾ ഈ കന്റോൺമെന്റ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് ഈ മേയർ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവിന്റെയും പരാതിയിലാണ്. യദുവിന്റെ പരാതിയിൽ ഇതുവരെയും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ ഒരു ഭാഗത്ത് ന്യായീകരിച്ചുകൊണ്ട് തന്നെ മേയറെ സംരക്ഷിക്കുന്ന തരത്തിൽ ഈ അന്വേഷണം പുരോഗമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല ഈ ഒരു CCTV ക്യാമറ ഈ ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ വസ്തുത വെളിയിൽ വരുന്നതിന് വേണ്ടി ഈ KSRTC ഉദ്യോഗസ്ഥർക്ക് തന്നെ ഈ ബസ്സിൽ ക്യാമറ ഉണ്ടെന്ന് പോലീസിനെ അറിയിക്കാമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണം പോലീസിന് നടത്താമായിരുന്നു. ഈ സംഭവം നടന്ന് ഇത്രത്തോളം ദിവസം കഴിയുന്നു. ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ട് ഈ ബസ് തൃശ്ശൂരിലൊക്കെ സർവീസ് നടത്തി അത് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ അത് എടുത്തു മാറ്റാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ യൂണിയൻ എടുത്തു മാറ്റിയിരിക്കാം എന്നുള്ളതാണ് യദു പറയുന്നൊരു കാര്യം. താൻ ഡ്രൈവ് ചെയ്ത സമയത്തൊക്കെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ CCTV ക്യാമറയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യദു പറയുന്നത്. മേയർ ആര്യ രാജേന്ദ്രനാകട്ടെ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല, കേസിന്റെ അന്വേഷണ വഴിയിൽ പ്രതികരിക്കാമെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒരു വസ്തുനിഷ്ഠമായിട്ടൊരു സംഭവം നടക്കുമ്പോൾ വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം, കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഒരു കേസിൽ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒരു ഭാഗത്ത് മേയർ ആയതുകൊണ്ട് തന്നെ മേയർ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങളൊക്കെ മാറുന്നു എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്നൊരു വിമർശനം. അത്തരത്തിൽ ഒരു സംരക്ഷിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഈ ഒരു രീതിയിൽ അന്ന് തന്നെ യദുവിനോട് ഇനി ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം അന്ന് ഈ KSRTC മാനേജ്മെന്റ് ഉൾപ്പെടെ വ്യക്തമാക്കി. യദുവിന്
ഗൂഢാലോചന പരാതിയിൽ പോലീസും കേസെടുത്തിട്ടില്ല. മേയർ പറയുന്ന മേയറുടെ ഓരോ വാദങ്ങളായി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഈ ലൈംഗിക ചേഷ്ടയോടുകൂടി സംസാരിച്ചു എന്ന് മേയർ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ആ ലൈംഗിക ചേഷ്ട യദു കാണിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഡ്രൈവറുടെ സീറ്റിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ക്യാമറ ഉള്ളത്. മാത്രമല്ല ഈ ബസിന്റെ ഫ്രണ്ടിലും മറ്റൊരു ക്യാമറ, 2 ക്യാമറകളാണ് ഫ്രണ്ടിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാതായില്ലെന്ന് തന്നെ ഈ ഗൂഢാലോചന വളരെ വ്യക്തമാണ്. മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. കണ്ടോൺമെന്റ് CA തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചൊരു കാര്യമുണ്ട്. ഇതിലൊരു ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവും പറഞ്ഞത്. ഏതായാലും ഈ കേസിൽ ഇനി ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ അന്വേഷിക്കുന്നതിലും ഒരു കാലതാമസം ഉണ്ടായി എന്നുള്ളത് KSRTCയും ഈ CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്നൊരു കാര്യം പോലീസിനെ അറിയിച്ചില്ല. അതിലൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. പോലീസും കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയിട്ടില്ല. ശനിയാഴ്ച നടക്കുന്ന ഈ ഒരു സംഭവത്തിൽ ഇത്രത്തോളം ദിവസങ്ങൾ കഴിഞ്ഞ് തൃശ്ശൂരിലൊക്കെ സർവീസ് നടത്തി ബസ് തിരിച്ചു വരുമ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു പരിശോധനയൊക്കെ നടക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. യദുവും പ്രതികരിക്കുന്നത് യൂണിയനിൽ നിന്ന് ഈ ഒരു മെമ്മറി കാർഡ് എടുത്തു മാറ്റിയിരിക്കാം എന്നുള്ളതാണ് യദുവും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. രശ്മി സൂചിപ്പിച്ചതുപോലെ അത് തന്നെയാണ് കൃത്യമായൊരു ഗൂഢാലോചന ഇവിടെ നടന്നിരിക്കുന്നു. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ആ തെളിവ്, കൃത്യമായൊരു തെളിവ് ഉൾപ്പെട്ടുള്ള ആ ഒരു മെമ്മറി കാർഡ് നഷ്ടമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഗൂഢാലോചനയുടെ ആ ഒരു പങ്കിൻ്റെ ഒരു ഇത് യഥാർത്ഥം തന്നെയാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ദൃശ്യങ്ങൾ കൂടി കിട്ടിയാൽ മാത്രമേ ഈ ഒരു കേസിൽ എന്താണ് ശരിക്കും നടന്നു എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ടാവും. അത്തരത്തിൽ നിർണായകമായ ഒരു തെളിവാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഇത്രത്തോളം അധപതിച്ചു പോയോ എന്നുള്ളൊരു ചോദ്യം തന്നെ വരുന്ന ഒരു സാഹചര്യം തന്നെയിലുള്ള ഉള്ളത്. അന്വേഷണ സംഘത്തിന് പോലും ഇത് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമല്ലേ? അതെ, അന്വേഷണ സംഘത്തിന് തന്നെ ഒരു തിരിച്ചടിയാണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് 16 GB മെമ്മറി കാർഡ് കാണാതിരിക്കുന്ന ഒരു സംഭവം അത് ദുരൂഹത ജനിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു പ്രതികരണമാണ് കണ്ടോൺമെന്റ് സിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അപ്പോൾ ഒരു പക്ഷേ സർക്കാർ തലത്തിൽ നൽകുന്ന ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ട് തന്നെ മേയറെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് മറ്റെല്ലാവരും ഒരുമിച്ച് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്ന ഒരു വിമർശനം. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസമാണെങ്കിലും ഈ TDFന്റെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിലും പ്രതിഷേധ മാർച്ചും സമരവും ഒക്കെ നടത്തിയ സമയത്തും അവരും ആരോപിക്കുന്നത് ഇത്തരത്തിലാണ്. കൃത്യമായി ഒരു അന്വേഷണം ഈ കേസിൽ നടക്കുന്നില്ല. ഒരു ഗൂഢാലോചനയുടെ ഭാഗം, ഒരു സാധാരണക്കാരന്റെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് മേയറെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പൊതുവിൽ എല്ലാവരും പറയുന്നൊരു കാര്യം. പൊതുവിൽ ഉയരുന്നൊരു വിമർശനം മേയർക്കെതിരെയും ഈ ഒരു സമരവും പ്രതിഷേധവും ഒക്കെ വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബസ് KSRTC ഇവിടെ സ്റ്റാൻഡിൽ തന്നെ ഉണ്ട്. അത് ഒതുക്കി പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ CCTV ക്യാമറകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ കേസിൽ വളരെ വഴിത്തിരിവായേക്കാവുന്ന ആ ഒരു മെമ്മറി കാർഡ് 16 GB മെമ്മറി കാർഡാണ് മിസ്സായിരിക്കുന്നത്. ഇത് ആര് എടുത്തു മാറ്റി, എന്തിന് എടുത്തു മാറ്റി, ഇതിൻ്റെ വസ്തുത ഒളിപ്പിച്ച് വെക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചനയും നീക്കവും ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നൊരു സംശയം. അതേ സംശയം തന്നെ പോലീസും പ്രകടിപ്പിക്കുന്നുണ്ട്. പോലീസ് പക്ഷേ അത്തരത്തിലൊരു സംശയം പ്രകടിപ്പിച്ചെങ്കിൽ പോലും യദുവിൻ്റെ പരാതിയിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. മേയർ ആര്യ രാജേന്ദ്രൻ്റെയും ഭർത്താവിൻ്റെയും പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. മേയറെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനം ഇപ്പോഴും വളരെ ശക്തമായി തന്നെ പല തലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നു. ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നു മാത്രമല്ല, മേയർ ഓരോ വാദങ്ങൾ പറഞ്ഞു, മേയറുടെ ഓരോ വാദങ്ങളായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ. അപ്പോൾ ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളൊരു വാദം ഒരു പക്ഷേ ഈ ഒരു CCTV ക്യാമറയിലെ വളരെ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ആ വാദവും പൊളിയും. അത് മേയർക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ അത് മേയർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 16 GB മെമ്മറി കാർഡ് ഇവിടെ നിന്നും എടുത്ത് മാറ്റിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്നൊരു സംശയം. അതോ ഇനി മറ്റെന്തെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ എന്ത് ന്യായീകരണമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ ദിവസം ഈ CCTV ക്യാമറ പ്രവർത്തിച്ചില്ല, അല്ലെങ്കിൽ കുറേ നാളുകളായി പ്രവർത്തിച്ചിട്ടില്ല എന്ന ന്യായീകരണമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ യദു പറയുന്നൊരു കാര്യം CCTV ക്യാമറയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതിന്റെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു കൃത്യമായിട്ടൊരു വസ്തുനിഷ്ഠമായിട്ടൊരു അന്വേഷണമൊക്കെ ഈ കേസിൽ നടക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലൊരു അന്വേഷണം നടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വിഷ്ണു. രശ്മി, ഒരുപക്ഷെ ഇനി എന്താണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്? ഈ ഒരു മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിനായുള്ള ഒരു അന്വേഷണം ഇനി ആരംഭിക്കേണ്ടതല്ലേ? ഒപ്പം തന്നെ KSRTC അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളൊക്കെയും പുറത്തു വരുന്നുണ്ടോ?
KSRTCയുടെ ഭാഗത്തു നിന്നും ഒരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ തന്നെ ഈ ഒരു CCTV ക്യാമറ ഈ ബസ്സിലുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങൾ പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നു. ആ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ നിന്ന് ഉൾപ്പെട്ടവർക്ക് മാത്രമേ ഇത്തരത്തിലൊരു ഈ CCTV ക്യാമറയിലെ മെമ്മറി കാർഡ് എടുത്തു മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇനി പോകേണ്ടത്. അതും വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ട് ഏറ്റവും ഒടുവിൽ ശനിയാഴ്ച നടക്കുന്ന സംഭവമാണ്. ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം ഈ ഒരു ബസ്സിലെ CCTV ക്യാമറകളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി പോലീസ് എത്തുമ്പോൾ അതിൽ തന്നെ ഒരു കാലതാമസമൊക്കെ വന്നതിൽ തന്നെ ഒരു സംശയം ഉളവാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്നുള്ളത് കന്റോൺമെന്റ് CA അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതിൽ ഈ KSRTC ഡ്രൈവർക്ക് നീതി കിട്ടുമോ എന്നുള്ളതാണ് ഒരു സംശയം. അദ്ദേഹം പറയുന്നത് യൂണിയനിൽ നിന്ന് ആരെങ്കിലും ഈ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതാകാം എന്നുള്ളതാണ്. അയാളെ ഡ്യൂട്ടിയിൽ നിന്നിപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ടതില്ല എന്നുള്ളത് KSRTC മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ യദു നൽകിയ പരാതിയിലും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഒരു വശം മാത്രം കേട്ടുകൊണ്ട് ആ ഭാഗത്ത് മാത്രമുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ അന്വേഷണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റിക്കളഞ്ഞുകൊണ്ട് മേയറെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്ന ഒരു വിമർശനം. ഏതായാലും വ്യാപകമായ ഒരു പ്രതിഷേധം ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടൊരു സമരം പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് BJP കൗൺസിൽ യോഗം ചേർന്ന സമയത്ത് ഉൾപ്പെടെ MLA-മാർ കൗൺസിലർമാർ ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. റോഡിൽ ഉൾപ്പെടെ TDF-ഉം യൂത്ത് കോൺഗ്രസും ഒക്കെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. മാത്രമല്ല പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വ്യാപകമായ ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെടുത്തുന്ന ഒരു നടപടിയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്ന ഒരു വിമർശനം. ഇതിൽ എന്ത് സംഭവമാണെങ്കിൽ കൂടി അതിൽ വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണമാണ് നടക്കേണ്ടത് എന്നുള്ളതാണ് പൊതുജനങ്ങൾ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്ക് ഈ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഒരാളുടെ പരാതി മാത്രം സ്വീകരിച്ചുകൊണ്ട് അയാളെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അയാൾക്ക് അനുകൂലമായ രീതിയിൽ സർക്കാർ സംവിധാനങ്ങളൊക്കെ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് ഉൾപ്പെടെ എത്തി പരിശോധനയൊക്കെ നടത്തി മടങ്ങിയിട്ടുണ്ട്. അവർ പറഞ്ഞത് മെമ്മറി കാർഡ് കാണാനില്ല, 16 GB മെമ്മറി കാർഡാണ്, ഇത് മാറ്റിയതാണോ അതോ ഇത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എത്തി ഈ ബസ്സിന് സമീപത്ത് നിന്ന് ബസ് നിരീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് കയറി നേരത്തെ പോലീസ് സംഘം അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നതാണ്. പരിശോധന നടത്തിയ സമയത്ത് ഈ മെമ്മറി കാർഡ് കാണാനില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. സാർ, ഇനി ഏത് രീതിയിലുള്ള അന്വേഷണമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്? ഏതായാലും ഇപ്പോൾ ഈ ഒന്നുകൂടി ബസ് പരിശോധിക്കുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. ആ മെമ്മറി കാർഡ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വളരെ നിർണായകമായിട്ടൊരു തെളിവാണ്. ഈ കേസിൽ വഴിത്തിരിവായേക്കാവുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വ്യാപകമായൊരു വിമർശനം മേയർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ ബസ്സിൽ എത്തി വീണ്ടും അതിൽ കൃത്യമായൊരു പരിശോധനയൊക്കെ അവർ നടത്തുന്നതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. KSRTC ബസ് സ്റ്റാൻഡിലാണ് ബസ് ഉള്ളത്. ഈ സംഭവത്തിന് ശേഷം വീണ്ടും ബസ് സർവീസ് നടത്തിയിരുന്നു. അതാണ് ഇതിലൊരു വലിയ വീഴ്ചയായിട്ട് പറയാൻ കഴിയുന്നത്. കാരണം അന്ന് ഇത്തരത്തിലൊരു സർവീസ് നടത്താതെ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ഈ ഒരു ബസ്സിൽ കൃത്യമായ തരത്തിൽ CCTV ക്യാമറകളും അതിലെ മെമ്മറി കാർഡും ഒക്കെ തന്നെ ശേഖരിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു പരിശോധനയോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഈ സംഭവം നടന്ന് ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം ഏറ്റവും ഒടുവിലാണ് ഈ ഒരു ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായി പോലീസ് എത്തിയത്. ഇതുവരെയും പാളയം, പ്ലാമൂട്, TMG ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പുറത്തുള്ള സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളൊക്കെയാണ് പരിശോധിച്ചു വന്നിരുന്നത്. അതിലെല്ലാം തന്നെ ഓരോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും മേയർ പറഞ്ഞിട്ടുള്ള ഓരോ വാദങ്ങൾ പൊളിയുകയാണ് ചെയ്തത്. ഇനി തെളിയിക്കാനുണ്ടായിരുന്ന ഒരു വാദം എന്ന് പറയുന്നത് യദു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും ഇതിലെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ, പുറത്തു വന്നിരുന്നുവെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അത്തരത്തിൽ ലൈംഗിക ചേഷ്ട കാണിച്ചിരുന്നോ? അതുകൊണ്ടാണോ മേയർ അത്രയും പ്രകോപനപരമായി ഇടപെട്ടത് എന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു. ആ ഒരു നിർണായകമായിട്ടുള്ള വിവരമാണ് ഈ കേസിലെ ഏറ്റവും വഴിത്തിരിവാകാവുന്ന വളരെ നിർണായകമായിട്ടുള്ള വിവരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എവിടെ പോയി എന്നുള്ളതാണ് ഉയർന്നൊരു സംശയം. യൂണിയൻകാരെടുത്ത് മാറ്റിയതാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലാണോ, ഗൂഢാലോചനയാണോ? ഇത്രത്തോളം ദിവസം വൈകിട്ടും എന്തുകൊണ്ട് ഈ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിച്ചില്ല? അല്ലെങ്കിൽ KSRTC അധികൃതർ എന്തുകൊണ്ട് അത് അങ്ങോട്ട് പറഞ്ഞില്ല? ഇതൊക്കെ തന്നെ ഒരു സംശയമായി നിലനിൽക്കുകയാണ്. വിഷ്ണു, വ്യക്തമാണ്. രശ്മി കാർത്തികയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.